ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് പീസാണ്. അതിനു വേണ്ടി ഉള്ള സാധനങ്ങൾ: ഒരു സബോള ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞത്, ക്യാപ്സിക്കം 3 സൈസ് എടുത്തിട്ടുണ്ട്. 3 സൈസ് ഇല്ലാത്തൊരു സൈസ് എടുത്താൽ മതി. കുറച്ച് ചിക്കൻ്റെ പീസ് എടുത്തിട്ട് അതിൽ കുരുമുളകും ഉപ്പും കൂട്ടിയിട്ട് വറുത്തെടുത്തതാണ്. 6 ബ്രെഡ് എടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. ഈ ബ്രെഡ് ഇല്ലാത്തവർ ബ്രെഡ് ക്രംസ് ഉപയോഗിക്കുക. കുറച്ച് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. മൊസറല്ല ചീസ് ഇല്ലാത്തവർ ഒരു ബട്ടറിൻ്റെ ഒരു ചെറിയ പീസ് പാനിയിലിട്ടതിന് ശേഷം ഒരു സ്പൂൺ മൈദ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് അതിന് ശേഷം കുറച്ച് പാലൊഴിച്ച് അത് വൈറ്റ് ക്രീം ആക്കി എടുത്തിട്ട് ഒഴിച്ചാൽ മതി. 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഈ ബ്രെഡ് ക്രംസിലേക്ക് 3 മുട്ട ഉടച്ചൊഴിക്കുക. കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഇടുക. ഉപ്പ് ആവശ്യത്തിന് ഇടുക. എന്നിട്ട് അതിന് ശേഷം ഇത് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ഇതുപോലെ ആക്കിയെടുക്കണം. പാനെടുത്തിട്ട് പാൻ ചൂടായതിന് ശേഷം ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിക്കാൻ പാടില്ല കേട്ടോ. നമുക്ക് ഈ ബ്രെഡിൻ്റെ മിക്സ് ഇതിൽ ഒഴിച്ച് കൊടുക്കുക. തീ കൂട്ടാൻ പാടില്ല. തീ വളരെയധികം കുറച്ചിടണം. അതുപോലെ നമ്മൾ തീ കുറച്ചിട്ട് വേവിക്കണം. 5 മിനിറ്റ് ഇതുപോലെ വേവിക്കണം. തീ കുറച്ചിട്ടിട്ട് മറിച്ചിടണം. അതിനുശേഷം കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇതിൻ്റെ മേലെ ഒഴിച്ചിട്ട് ഇതുപോലെ പരത്തണം. ഇതുപോലെ പരത്തിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇടാം. ആദ്യം ഇതിലേക്ക് ചീസ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇടാം. കുറച്ച് തക്കാളി ഇടാം. പിന്നെ കുറച്ച് സബോള ഇടാം. ഇതുപോലെ ഇട്ട് കൊടുക്കുക. കുറച്ച് ക്യാപ്സിക്കം, പിന്നെ 3 സൈസ് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ചിക്കൻ നമ്മൾ വേവിച്ച് വെച്ചതിൻ്റെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ പരത്തി ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ ഏറ്റവും ലാസ്റ്റായിട്ട് ചീസ് കുറച്ചും കൂടിയും ഇട്ട് കൊടുക്കുക. അടച്ചു വെച്ച് 5 മിനിറ്റും കൂടി വേവിക്കുക. പിഴാനുള്ളവരെന്ന് വെച്ചാൽ കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. നമ്മുടെ പിസ്സ റെഡിയായി. ഇതിനി പാത്രത്തിലേക്ക് മാറ്റാം.